നമസ്കാരം. നൈസ് TV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായ യുവതി മകനെയുമൊത്ത് കിണറ്റിൽ ചാടി മരിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. കുന്നംകുളത്തെ അറവുശാല IRTCയെ ഒഴിവാക്കി ശുചിത്വ മെഷീൻ നൽകാൻ ധാരണ. സംസ്ഥാനത്ത് വ്യാപാരികളും പമ്പുടമകളും നടത്തിയ സമരം മേഖലയിൽ പൂർണ്ണം. കുന്നംകുളത്ത് ആധുനിക ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. 10 കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. തൊഴിലുറപ്പ് വേതനം ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊഴിലാളികൾ. ആർത്താറ്റ് ചുഴലിക്കാറ്റിൽ ധനസഹായം വിതരണം ചെയ്തില്ലെന്നാരോപിച്ച് BJP അംഗങ്ങൾ കുന്നംകുളം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നവീകരിച്ച കുന്നംകുളത്തെ അരിമാർക്കറ്റ് റോഡ് തുറന്നുകൊടുത്തു. വാർത്തകൾ വിശദമായി. ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായ യുവതി മകനെയുമൊത്ത് കിണറ്റിൽ ചാടി മരിച്ചു. ഭർത്താവിനെയും ആദ്യ ഭാര്യയിലെ മൂത്ത മകനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ രണ്ടാം ഭാര്യ മകനെയും കൂട്ടി കിണറ്റിൽ ചാടി മരിച്ചു. കുന്നംകുളം കോട്ടയിൽ റോഡിൽ താമസിക്കുന്ന മുതിരംപറമ്പത്ത് താമയുടെ മകൾ പ്രേമ, മകൻ സുബിൻ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി മുതൽ കാണാതായ ഇരുവരെയും വീടിനടുത്ത് റോഡരികിലെ പൊതുകിണറ്റിലാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പിൽ കിണറ്റിൽ ചാടി മരിക്കുകയാണെന്നും മരണത്തിന് മറ്റൊരു ഉത്തരവാദിയില്ലെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ ഭർത്താവ് ചിറ്റഞ്ഞൂർ ശ്രാമ്പിക്കൽ സുരേഷിനെയും ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ സുഷിയെയും പ്രേമ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ജാമ്യം ലഭിച്ച ശേഷം സ്വന്തം മകനായ സുബിനുമൊത്ത് കുന്നംകുളത്തെ സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത്. ജാമ്യവ്യവസ്ഥ പ്രകാരം എല്ലാ ആഴ്ചയിലും കടപ്പ സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ഇത് മാസത്തിൽ ഒരു തവണ എന്നാക്കിയിരുന്നു. ഈ മാസത്തെ ഒപ്പിടുന്നതിനായി നാളെ കടപ്പയിലേക്ക് പോകുന്നതിനായി തീവണ്ടിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഇതിനിടെയാണ് അമ്മയും മകനും കിണറ്റിൽ ചാടി മരിച്ചത്. മകൻ സുബിൻ കുന്നംകുളം ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അമ്മ അമ്മണി, സഹോദരൻ സുരേഷ്. വീട്ടിലെ മുറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളോളമായി ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ പപ്പടപ്പണി ജീവിച്ചിരുന്ന സുരേഷ് ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷമാണ് പ്രേമയെ വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യയിൽ സുഷി, സുമേഷ് എന്നിവർ മക്കളാണ്. കുടുംബ സ്വത്തിന് ചൊല്ലിയ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭർത്താവ് സുരേഷും മൂത്ത മകൻ സുഷിയും കൊല്ലപ്പെട്ടതിനു ശേഷം ഇളയ മകൻ സുമേഷ് കുന്നംകുളത്ത് ശങ്കരപുരം സുരേഷിന്റെ സഹോദരിയോടൊപ്പമാണ് താമസം. അടുക്കൂട്ടി സ്കൂളിൽ 4ാം ക്ലാസ്സിലാണ് സുമേഷ് പഠിക്കുന്നത്. രണ്ടാം ഭാര്യ പ്രേമയിലുള്ള മകനാണ് മരിച്ച സുബിൻ. രാവിലെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയ ശേഷം 2 മൃതദേഹങ്ങളും പുറത്തെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. പൾസർ സുനിയെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. ബൈക്ക് മാസ്റ്ററുമായി ബന്ധപ്പെട്ട കേസിലാണ് സുനിയെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്നത്. ചൊവ്വന്നൂർ സ്വദേശി സുബിൻ എന്നയാളുടെ ബൈക്ക് പെങ്ങളുടെ വിവാഹത്തിനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ചു നൽകാതെ പിന്നീട് ഇത് മറിച്ചു വിറ്റു എന്നാണ് കേസ്. പച്ചക്കറി ലോറിയിലെ ഡ്രൈവറായിരുന്ന ചൊവ്വന്നൂർ സ്വദേശി സുബിനുമായി എറണാകുളത്ത് വെച്ചുണ്ടായ സൗഹൃദമാണ് ബൈക്ക് നൽകാൻ കാരണമായത്. പിന്നീട് ബൈക്ക് തിരിച്ചു കിട്ടാതായതോടെയാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. ആലുവയിൽ നിന്ന് പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന സുനിയെ കോടതി നടപടികൾക്ക് ശേഷം 11:30 തിരികെ കൊണ്ടുപോയി. മുണ്ടും ഷർട്ടും ധരിച്ചാണ് ഇത്തവണ സുനി പോലീസ് അകമ്പടിയോടെ കോടതിയിൽ ഹാജരായത്. കുന്നംകുളത്തെ അറവുശാല IRTCയെ ഒഴിവാക്കി ശുചിത്വ മെഷീൻ നൽകാൻ ധാരണ. നഗരസഭ ആധുനിക അറവുശാല നിർമ്മാണ ചുമതലയിൽ നിന്ന് IRTCയെ ഒഴിവാക്കി സംസ്ഥാന ശുചിത്വ മിഷനെ ഏൽപ്പിക്കാൻ കൗൺസിൽ യോഗത്തിൽ ധാരണയായി. ഇതിനായി IRTCയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ കൗൺസിൽ യോഗം സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 2008 നിരക്ക് പ്രകാരം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ അറവുശാല പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് ശുചിത്വ മിഷൻ ഡയറക്ടർ നഗരസഭയ്ക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ IRTC നടത്തിയ ചുറ്റുമതിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ബിൽ സെറ്റിൽ ചെയ്ത് IRTCയുമായുള്ള കരാർ അവസാനിപ്പിക്കണം. ഇതിനുശേഷം അറവുശാല നിർമ്മാണത്തിനായുള്ള ഏജൻസികളെ കണ്ടെത്തണം. ആവശ്യമായ സ്ഥലം ലഭ്യമാണെങ്കിൽ സമീപ പഞ്ചായത്തുകളെ കൂട്ടിച്ചേർത്ത് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ശേഷി കൂടിയ ആധുനിക അറവുശാല പഞ്ചായത്തുകളുടെ കൂടി ധനസഹായത്തോടെ നിർമ്മിക്കുന്നതിനും അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ച് കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കുന്നത് ആലോചിക്കണമെന്നും സംസ്ഥാന ശുചിത്വ മിഷൻ നഗരസഭയോട് ആവശ്യപ്പെട്ടിരുന്നു. അറവുശാല നിർമ്മാണത്തിന് IRTCക്ക് അനുവദിച്ച 23 ലക്ഷം രൂപ പലിശയടക്കം തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്.
ഇതുവരെ നടത്തിയ പ്രവൃത്തിയുടെ ചെലവ് കഴിച്ച് ബാക്കി തുക തിരിച്ചടയ്ക്കാൻ തയ്യാറാണെന്ന് IRTC സൂചിപ്പിച്ചിട്ടുണ്ട്. IRTCക്ക് നൽകിയ തുക പലിശ സഹിതം തിരിച്ച് ഈടാക്കണമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ശുചിത്വ മിഷൻ അറവുശാല നിർമ്മാണ സ്ഥലം അംഗീകരിച്ച സാഹചര്യത്തിൽ IRTC കരാർ റദ്ദാക്കാൻ ആവശ്യമായ നടപടികൾക്കായി ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനുള്ള ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ നിർദ്ദേശം കൌൺസിൽ യോഗം അംഗീകരിച്ചു. GST വന്നതോടെ നഗരസഭ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും നഗരത്തിലെ വൻകിട ബിസിനസ്സുകാരിൽ നിന്നും നികുതി പിരിക്കുന്നതിൽ റവന്യൂ വിഭാഗത്തിന്റെ വീഴ്ച ആരോപിച്ച് കോൺഗ്രസ് വിമത കൌൺസിലർമാർ ഇറങ്ങിപ്പോയി. ഈ മുതലാളിമാരെ നമുക്ക് തൊടാൻ കഴിയുന്നില്ല. കാലങ്ങളായി നികുതി അടയ്ക്കാതെ അവർ നഗരസഭയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 55 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഈ മാസം ഉണ്ടായിരുന്നു. 44 ലക്ഷം രൂപയോളം ശമ്പളം കൊടുത്ത് ബാക്കി നിസ്സാര പൈസകളുള്ളത്. ഇനി സെപ്റ്റംബറിൽ വരുന്ന മറ്റേ ഫെസ്റ്റിവൽ അഡ്വാൻസും ബോണസും ഒക്കെ കൊടുക്കാൻ നമുക്ക് പൈസ ഉണ്ടാവില്ല. വാർത്തയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർമാൻ ഈ കൗൺസിലർക്ക് GST വന്നതോടെ വിനോദ നികുതി ഇനത്തിൽ 80 ലക്ഷം രൂപയുടെ നികുതി വരുമാനം കുറയുമെന്ന് വ്യക്തമാക്കിയ വൈസ് ചെയർമാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി പറഞ്ഞു. 80 ലക്ഷം രൂപയുടെ വരുമാനം കുറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി നഗരസഭ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശം കൂടി വെച്ചുകൊണ്ടുള്ള അജണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് വരുന്നത്. നാളെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം. ആ യോഗത്തിന്റെ ശേഷം കൗൺസിലേക്ക് ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൗൺസിലിന്റെ അംഗീകാരത്തിന് വേണ്ടി വരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ധാരണയോ കൃത്യമായ ഒരു അഭിപ്രായമോ കൃത്യമായ തെളിവുകളോ ഒന്നുമില്ലാതെ സംസ്ഥാനത്ത് വ്യാപാരികളും പമ്പുടമകളും നടത്തിയ സമരം മേഖലയിൽ പൂർണ്ണം. ദിവസം തോറും ഇന്ധനവില മാറ്റാനുള്ള പെട്രോളിയം കമ്പനികളുടെ തീരുമാനത്തിനെതിരെയാണ് പമ്പുടമകൾ പമ്പ് അടച്ചിട്ട് പ്രതിഷേധിച്ചത്. ദിനംപ്രതി ഉണ്ടാകുന്ന വില വ്യത്യാസത്തിലെ അപാകതകൾ പരിഹരിക്കുക, സുതാര്യത ഉറപ്പുവരുത്തുക, കുറഞ്ഞ വിൽപ്പനയുള്ള ഡീലർമാർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുക, കാലഹരണപ്പെട്ട MDG ഉപേക്ഷിക്കുക, ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിക്കുക, അപൂർവ ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുക, ഏകപക്ഷീയമായ ഡീലർഷിപ്പ് എഗ്രിമെന്റിൽ തിരുത്തൽ വരുത്തുക, മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുതിയ പമ്പുകൾ തുടങ്ങുവാനുള്ള നീക്കങ്ങൾ ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പമ്പ് ഉടമകൾ 24 മണിക്കൂർ സമരം നടത്തുന്നത്. കേരളത്തിലെ കടകളും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. GST നടപ്പാക്കിയതിൽ ഉള്ള അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരളത്തിലെ വ്യാപാര സമൂഹം ഇന്ന് പണിമുടക്കുന്നത്. GST നികുതി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സ്റ്റോക്ക് എത്തുന്നതുവരെ വ്യാപാരികൾ ചരക്ക് വാങ്ങുന്നതും നിർത്തിവച്ചിരിക്കുകയാണ്. കുന്നംകുളത്ത് ആധുനിക ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. 10 കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കുന്നംകുളം നഗരസഭയുടെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന ആധുനിക നഗരസഭ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. 10 കോടി രൂപ ചെലവിൽ 4 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന പുതിയ ബസ് സ്റ്റാൻഡിന്റെ മാസ്റ്റർ പ്ലാൻ ഇന്ന് കൗൺസിൽ ഹാളിൽ പ്രദർശിപ്പിച്ചു. എൻട്രി പെഡസ്ട്രിയൻ വരുന്ന സ്ഥലത്താണ്. ഇവഴി ഇന്റർസിറ്റി ബസ്സസ് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്ലാസ വഴി അകത്തേക്ക് പോയി. ഇതാണ് ബസ് ഇന്റർസിറ്റി ബസ്സിന്റെ വെയിറ്റിംഗ് സ്പേസ്. ഇതാണ് പെഡസ്ട്രിയൻ വരുന്ന പാസേജ്. മഴ കൊള്ളാതെ ഇവിടെയാണ് കഫറ്റേരിയ വരുന്നത്. ഇതിനകത്താണ് കോമൺ ടോയ്ലറ്റ്, ഇത് ലേഡീസ് എമ്യൂണിറ്റി വെയിറ്റിംഗ് സ്പേസ് ചെയ്യുന്നതായിട്ട്. ഇൻഫർമേഷൻ ഡെസ്ക് ഇവിടെ വരുന്നത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ സ്പേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫോം വരുന്നത്. നാച്ചുറൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരുട്ടുണ്ടായിരിക്കില്ല ഇതിനകത്ത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയർ കോളേജിലെ ആർക്കിടെക്ചർ മേധാവി ഡോക്ടർ ജോസ്ന റാഫിൽ തയ്യാറാക്കിയ മാതൃകയാണ് കൗൺസിലർമാർക്കായി പ്രദർശിപ്പിച്ചത്. ഇത് പ്രകാരം ഇപ്പോൾ നിലവിലുള്ള കെട്ടിടഘടന നിലനിർത്തി 28 ബസ് വേകൾ നിർമ്മിക്കും. ബസ്, കാർ പാർക്കിംഗ്, ലഘുഭക്ഷണശാല, ടോയ്ലറ്റുകൾ, സ്ത്രീ യാത്രക്കാർക്കുള്ള വിശ്രമമുറി എന്നിവയടക്കം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള തറനിരപ്പിൽ നിന്ന് 2 അടി ഉയർത്തിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. ദീർഘദൂര ലോക്കൽ ബസ്സുകൾക്ക് 1 വേ അടിസ്ഥാനത്തിൽ കടന്നുപോകാം. കൗൺസിലർമാരുടെ സംശയങ്ങൾക്ക് ജോസ്ന റാഫേൽ മറുപടി പറഞ്ഞു. ഇങ്ങനെയാണ് ബസ്സസ് കയറി വരുന്നത്. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതാണ് ലോക്കൽ ബസ്സസ്
ഇന്റർസിറ്റി ബസ്സസ്, ഇത് കാൽനടക്കാരുടെ പ്ലാസ വഴി എൻട്രി ചെയ്യുന്നു. ഇതാണ് ബസ്സിന്റെ ഒരു ബസ് സ്റ്റേഷന്റെ ഒരു മോഡല്. ഇത് നമ്മൾ ഒരു ഏറ്റവും ഒരു 20-30 കൊല്ലം കഴിഞ്ഞാലും വളരെ കണ്ടംപററി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോമിലാണ് ഈ ബസ് ടെർമിനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്തേക്ക് മഴ വരാത്ത പോലെയുള്ള ഷേപ്പും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ സൈഡിന് വ്യൂ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും വാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. തൊഴിലുറപ്പ് വേതനം ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊഴിലാളികൾ. കേന്ദ്ര സർക്കാർ 7 മാസമായി തടഞ്ഞു വെച്ചിരുന്ന തൊഴിലുറപ്പ് വേതനം സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദം മൂലം തൊഴിലാളികൾക്ക് വിതരണം ചെയ്തതിൽ പോർക്കുളം ആയുർവേദ ഡിസ്പെൻസറി പരിസരത്ത് NRGS പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആഹ്ലാദ പ്രകടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നാരായണൻ, ജയപാലൻ, അരവിന്ദാച്ചൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ,
മെമ്പർമാരായ രേണുക ഗണേശൻ, മധു പുന്നത്തൂർ, വി എ അജീഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആർത്താറ്റ് ചുഴലിക്കാറ്റിൽ ധനസഹായം വിതരണം ചെയ്തില്ലെന്ന് ആരോപിച്ച് BJP അംഗങ്ങൾ കുന്നംകുളം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. ആഴ്ചകൾക്ക് മുൻപ് ആർത്താറ്റ് വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വീടും മറ്റ് നാശനഷ്ടങ്ങളും നേരിട്ടവർക്ക് നഷ്ടപരിഹാരം ഇതുവരെയും നൽകിയില്ലെന്ന് ആരോപിച്ച് BJP കൗൺസിലർമാരാണ് ആദ്യം പ്രശ്നം ഉന്നയിച്ചത്. നഷ്ടപരിഹാരം നൽകുമെന്ന് ചെയർപേഴ്സണും മറ്റും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇനിയും ധനസഹായം ആർക്കും കിട്ടിയിട്ടില്ല. ധനസഹായം നൽകുന്നതിന്റെ ഉദ്ഘാടനം നടത്തിയതിനു ശേഷം പാവപ്പെട്ടവരെ പറ്റിച്ച് സാമ്പത്തിക സഹായം നൽകാത്ത ഭരണസമിതിക്കെതിരായിരുന്നു BJP-ക്കാരുടെ പ്രതിഷേധം. BJP കൗൺസിലർമാരുടെ വാർഡുകളിൽ യാതൊരു വ്യക്തികൾക്കും ഒരു ധനസഹായം പോലും ലഭിച്ചിട്ടില്ലെന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് നേതാക്കന്മാർ പറഞ്ഞു. അതേസമയം ധനസഹായം ബാങ്ക് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നതെന്നും ഇതുവരെ 49 ആളുകൾ മാത്രമാണ് രേഖകൾ നൽകിയതെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. എല്ലാ വ്യക്തികൾക്കും ധനസഹായം ലഭിക്കുമെന്നും അതിനാവശ്യമായ രേഖകൾ ഉടൻ സമർപ്പിക്കണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി ലീവിലായതും സഹായം വൈകാൻ കാരണമായതായി ചെയർപേഴ്സൺ അറിയിച്ചു. നവീകരിച്ച കുന്നംകുളത്തെ അരിമാർക്കറ്റ് റോഡ് തുറന്നുകൊടുത്തു. കുന്നംകുളം നഗരസഭയുടെ 2016-2017 വാർഷികോത്സവത്തിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ കോൺക്രീറ്റ് കട്ടകൾ വിരിച്ച് നവീകരിച്ച അരിമാർക്കറ്റ് റോഡ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. 100 മീറ്റർ നീളത്തിലാണ് അരിമാർക്കറ്റിൽ കോൺക്രീറ്റ് കട്ടകൾ വിരിച്ചത്. നടക്കാൻ പോലും കഴിയാത്ത വിധം തകർന്ന മഴക്കാലത്ത് ചെളി നിറഞ്ഞു കിടന്നിരുന്ന റോഡാണ് നവീകരിച്ചത്. കാന നിർമ്മിച്ച് സ്ലാബിട്ട് പരിസരം വൃത്തിയാക്കിയിട്ടുണ്ട്. വാർഡ് കൗൺസിലർ ബീന രവി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി ആലിക്കൽ, വൈസ് ചെയർമാൻ PM സുരേഷ്, മുനിസിപ്പൽ എഞ്ചിനീയർ ബിനായ് ബോസ്, കൗൺസിലർമാർ എന്നിവരും പങ്കെടുത്തു. അതിനുശേഷം 5 ലക്ഷം രൂപയാണ് ഇതിന്റെ ഇന്റർലോക്കിനും ബാക്കി ബസ് സ്റ്റാൻഡിലെ സ്ലാബിടുന്നതിനും വേണ്ടിയിട്ടാണ്. ഇതിന് ഏകദേശം 10,40,000 രൂപ വെച്ചു കഴിഞ്ഞു. വർക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തരാൻ കോൺട്രാക്ടറായിട്ടുള്ള വളരെയധികം ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തായാലും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായ യുവതി മകനെയുമൊത്ത് കിണറ്റിൽ ചാടി മരിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. കുന്നംകുളത്തെ അറവുശാല IRTCയെ ഒഴിവാക്കി ശുചിത്വ മെഷീൻ നൽകാൻ ധാരണ. സംസ്ഥാനത്ത് വ്യാപാരികളും പമ്പുടമകളും നടത്തിയ സമരം മേഖലയിൽ പൂർണ്ണം. കുന്നംകുളത്ത് ആധുനിക ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു. 10 കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. തൊഴിലുറപ്പ് വേതനം ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊഴിലാളികൾ. ആർത്താറ്റ് ചുഴലിക്കാറ്റിൽ ധനസഹായം വിതരണം ചെയ്തില്ലെന്ന് ആരോപിച്ച് BJP അംഗങ്ങൾ കുന്നംകുളം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നവീകരിച്ച കുന്നംകുളത്തെ അരിമാർക്കറ്റ് റോഡ് തുറന്നുകൊടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.